ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 21-ാമത്തെ ശ്ലോകം. വേദാവിനാശിനം നിത്യം യേനമജമഭ്യയം കഥം സ പുരുഷപ്പാത്ത കം ഗാതയതി ഹന്തികം. അതായത് യാതൊരുവൻ നാശരഹിതനും നിത്യനും ജനനമില്ലാത്തവനും മാറ്റമില്ലാത്തവനുമായ ഈ ആത്മാവിനെ അറിയുന്നുവോ, ആ പുരുഷൻ ആരെയെങ്കിലും കൊല്ലുകയോ കൊല്ലിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതായത് എങ്ങനെ അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാനോ കൊല്ലിക്കാനോ കഴിയും? സർവവ്യാപിയാണ് ആത്മാവ് എന്നറിഞ്ഞാൽ, ആ ആത്മാവ് തന്നെയാണ് ഞാനെന്നറിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടില്ല. മാത്രമല്ല, ആത്മതത്വത്തെ ബോധിക്കുമ്പോൾ ശരീരബോധം പാടെ ഇല്ലാതായിത്തീരുന്നു. ജനനരഹിതൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തത് എന്നാണ് അർത്ഥം. ഇവിടെ കാണുന്നതെല്ലാം ജനിച്ചിട്ടുള്ളതാണ്. ജനിച്ചിട്ടുള്ളതെല്ലാം മരിക്കുകയും ചെയ്യും. അത് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. എന്നാൽ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത്. യാതൊരു മാറ്റവുമില്ല അതിന്, ഒരിക്കലും അതിന് യാതൊരു മാറ്റവുമില്ല. അതിന് ഇന്നലെ ഇല്ല, ഇന്നില്ല, നാളെയില്ല, ഒന്നുമില്ല. അത് സ്ഥിരനാണ്, നിത്യനാണ്. അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞിട്ടുള്ള ഒരാൾ എങ്ങനെ മറ്റൊരാളെ കൊല്ലും എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. ആകാശത്തെ ആർക്കെങ്കിലും മുറിക്കാൻ പറ്റുമോ, കൊല്ലാൻ പറ്റുമോ, നശിപ്പിക്കാൻ പറ്റുമോ? അതുപോലെയാണ് ആത്മാവ്. അങ്ങനെയുള്ള ആത്മാവാണ് താനെന്നറിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ജനനം എന്ത് മരണം, നിത്യനും മുക്തനുമായ ആത്മാവാണ് താനെന്ന് ബോധിക്കും. പക്ഷേ അർജുനനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ പറയുന്ന ഈ തത്വം എങ്ങനെ ബോധിക്കും? അർജുനനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ശരീരബോധത്തിലാണുള്ളത്. ഞാൻ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണയാണുള്ളത്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കുമുള്ളത്. അതുകൊണ്ടാണ് അർജുനൻ കൊല്ലുന്നു കൊല്ലപ്പെടുന്നു എന്ന് ഭയപ്പെടുന്നത്. പാപചിന്തയൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ശരീരമാണ് എന്ന ചിന്തയിലാണ്. അങ്ങനെയിരിക്കുന്ന അർജുനനോട് ഈ തത്വം ഇപ്പോൾ കൃഷ്ണ പറയുന്നത് കൊണ്ട് അർജുനനെ പ്രത്യേകിച്ചിട്ട് എന്താണ് ഫലം എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അർജുനനെ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുക എന്നതാണ് കൃഷ്ണൻ്റെ ലക്ഷ്യം. അതായത് നീ കൊല്ലുന്നു എന്ന് വിചാരിച്ച് നീ ഭയപ്പെടേണ്ട. ആത്മാവ് ആകാശം പോലെയാണ്, സർവ്വവ്യാപിയാണ്, നിത്യനാണ്, ജനനരഹിതനാണ്. അതുതന്നെയാണ് നീ, അതുതന്നെയാണ് ദുര്യോധനാദികൾ, അതുതന്നെയാണ് ഞാൻ എന്ന തത്വമാണ് കൃഷ്ണൻ അർജുനനെ ബോധിപ്പിക്കുന്നത്. അങ്ങനെ അർജുനൻ്റെ നഷ്ടപ്പെട്ട മനോദൗർബല്യത്തെ വീണ്ടെടുക്കുക, കരുത്തനാക്കുക എന്നതാണ് ഇവിടെ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുകയാണ് നമുക്ക് ജനനമില്ല മരണമില്ല, ആത്മാവാണ്, നിത്യനാണ്, മുക്തനാണെന്ന് പറഞ്ഞാൽ നമുക്കത് പ്രായോഗത്തിൽ വരുമോ? ഇല്ല. അത് ഒരാൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ അയാൾക്ക് അതിൻ്റെ ആ ഒരു അനുഭൂതി അല്ലെങ്കിൽ ആ സത്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ കൃഷ്ണൻ ഇവിടെ പറയുന്നത് ഇതെല്ലാം ഒരു സ്വപ്നതുല്യം പോലെ ഒരു ഭ്രമമാണെന്നാണ്. നമ്മൾ ഉറക്കത്ത് ഒരു സ്വപ്നം കാണുന്നു, ഒരു തീവണ്ടി അപകടം സ്വപ്നം കാണുന്നു. ആ സമയത്ത് നമ്മൾ പേടിച്ച് വിറയ്ക്കുന്നു. തീവണ്ടി കത്തുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നതെന്ന് കരുതുക. നമ്മൾ പേടിച്ച് വിറയ്ക്കുന്നു. എന്നാൽ നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ആ തീവണ്ടിയും അതിലുള്ള ആൾക്കാരും അഗ്നിയും എല്ലാം തന്നിൽ നിന്ന് തന്നെ ഉണ്ടായതായിരുന്നു. പിന്നെ നമുക്ക് യാതൊരു ഭയവും ഉണ്ടാവുന്നില്ല. അത് വെറുമൊരു ഭ്രമമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്കത് സത്യമാണ്. അതുപോലെ കൃഷ്ണനിപ്പോൾ പറയുന്നത് കൃഷ്ണൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കാം. പക്ഷെ അർജുനനെ സംബന്ധിച്ച് ഈ ഭ്രമത്തിലാണുള്ളത്. പക്ഷെ അർജുനനെ ആ ഭ്രമത്തിൽ നിന്നും ഉയർത്തുക എന്നതാണ് ആത്മജ്ഞാനിയായ കൃഷ്ണൻ ഇവിടെ ചെയ്യുന്നത്. ഈ ഭ്രമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അർജുനൻ പുറത്ത് കടക്കണം. അർജുനൻ ഭ്രമിച്ചിരിക്കുകയാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ വേണ്ടിയാണ് ഈ ആത്മതത്വം പറയുന്നത്. ഈ ആത്മതത്വം എല്ലാവരും ബോധിക്കേണ്ടതാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ എല്ലാ ഭയങ്ങളും മാറിക്കിട്ടുകയുള്ളൂ. ഞാൻ ആത്മാവാണ് എന്നറിയുന്ന നിമിഷം തന്നെ നമ്മളെല്ലാ ഭയത്തിൽ നിന്ന് മുക്തനായിത്തീരുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ആ ബോധം വേണ്ടേ? നമ്മൾ പല ബാഹ്യ വിഷയങ്ങളിലുമാണ് നമ്മുടെ മനസ്സ് കുടുങ്ങിയിരിക്കുന്നത്. ദേഹാഭിമാനത്തിലാണ് കുടുങ്ങിയിരിക്കുന്നത്, അഹന്തയിലാണ് കുടുങ്ങിയിരിക്കുന്നത്. അഹന്തയ്ക്ക് ചുറ്റുമാണ് നമ്മുടെ ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് ഈ ലോകം തന്നെയാണ് സത്യമായിട്ടുള്ളത്. ഇതിൻ്റേതായ എല്ലാ ഭ്രമങ്ങളും വിഭ്രാന്തിയും ദുഃഖവും വേദനയും എല്ലാം അനുഭവിച്ചാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ കൃഷ്ണൻ ഇവിടെ പറയുന്നത് അതെല്ലാം വെറും വിഭ്രാന്തിയാണ്. ആത്മാവ് നിത്യനും മുക്തനും ആനന്ദ സ്വരൂപനുമാണെന്നാണ്. ഈ തത്വം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. കൃഷ്ണൻ പറയുന്നതൊന്നും അർജുനന് ബോധിച്ചിട്ടില്ല. വീണ്ടും കൃഷ്ണൻ അർജുനനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വ്യത്യസ്തമായ രീതിയിൽ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും.